ഹായ് മക്കളെ, ഫൈസൽ സാറാണ്. നമ്മുടെ 10ാം ക്ലാസ് ജീവിതം ഇതാ ഇവിടെ തുടങ്ങിയിരിക്കുന്നു. അല്ലാന്നുണ്ടെങ്കിൽ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളൊക്കെ ആയി എന്നായിരിക്കും മക്കളുടെ എല്ലാവരുടെയും ചിന്ത ഉണ്ടായിരിക്കുക. പ്രധാനമായിട്ടും നമ്മുടെ ഫസ്റ്റ് ടേം എക്സാമിനേഷൻ അല്ലെ കേൾക്കുമ്പോൾ തന്നെ ഫസ്റ്റിലെ എക്സാമിനേഷനാണ്. അത് കഴിഞ്ഞ് ക്രിസ്മസ് പരീക്ഷ വരാനുണ്ട്, മറ്റു പരീക്ഷകളൊക്കെ നമ്മുടെ മുമ്പിൽ വരാനുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ 10ാം ക്ലാസ്സിലെ ജീവിതം SLC ജീവിതമൊക്കെ ആരംഭിച്ചിട്ടുള്ളൂ. ഇനിയും നമ്മുടെ മുമ്പിൽ ഒരുപാട് ദിവസങ്ങൾ ബാക്കിയൊക്കെ ഉണ്ട്. അപ്പോൾ ആ ദിവസങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ചിട്ട് നല്ല മാർക്ക് വാങ്ങാം, നന്നായിട്ട് സ്കോർ ചെയ്തിട്ട് ഈ കൊല്ലം എന്ത് വന്നാലും ഫുൾ A+ തന്നെ വാങ്ങണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന മക്കളായിരിക്കും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടായിരിക്കാം. മക്കളെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ 10ാം ക്ലാസ്സിലെ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ട് എത്ര ദിവസമായി എന്നാണ് നിങ്ങളുടെ ചിന്തയുള്ളത്? ശരിക്കും ആരംഭിച്ചിട്ടുണ്ടായിരിക്കും മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ നമ്മുടെ വെക്കേഷൻ ക്ലാസ്സുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ആരംഭിച്ചിട്ടുണ്ടായിരിക്കും. നമ്മുടെ സൈലത്തിൻ്റെ ക്ലാസ്സുകളിലായിരുന്നു, ട്യൂഷൻ സെൻറ്റേഴ്സുകളിലൊക്കെ എന്ത് ചെയ്യും, ഏപ്രിലിൻ്റെ ക്ലാസ് ആരംഭിച്ചിട്ടുണ്ടായിരിക്കും. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ എന്ന് വെച്ചാൽ 6 മാസങ്ങൾ നിങ്ങൾ SSLCയിലേക്ക് എത്തിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ മുമ്പിൽ വരുന്നതോ സെപ്റ്റംബർ കഴിഞ്ഞാൽ ഒക്ടോബർ, നവംബർ, ഡിസംബറിൽ ക്രിസ്മസ് എക്സാമിനേഷൻ, ക്രിസ്മസ് വെക്കേഷൻ കാര്യങ്ങളെല്ലാം നടക്കുന്ന മാസമാണ്. അത് കഴിഞ്ഞിട്ട് ജനുവരിയിലാണെങ്കിൽ നിങ്ങളുടെ ITയുടെ മോഡൽ എക്സാമിനേഷൻ നടക്കുന്ന മാസമാണ്. ഫെബ്രുവരിയിലാണെങ്കിൽ നിങ്ങളുടെ മെയിൻ മോഡൽ എക്സാമിനേഷൻ നടക്കുന്ന മാസമാണ്. അത് കഴിഞ്ഞൊരു മാർച്ച് 4-നോ 5-നോ 6-നോ ആയിട്ട് നിങ്ങളുടെ SLC എക്സാമിനേഷനുമാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്കിനി പഠിക്കാനുള്ളത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ വെറും 5 മാസം മാത്രമാണ്. കഴിഞ്ഞ 6 മാസം എത്ര വേഗത്തിലാണ് കഴിഞ്ഞു പോയത് എന്നുള്ളത് നിങ്ങൾ ആരെങ്കിലും ആലോചിച്ച് നോക്കിയോ? ആ 6 മാസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കുക നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളുടെ ഒരു 30% വരുന്ന ഭാഗം, അല്ലെങ്കിൽ മാക്സിമം 30 to 35% വരുന്ന ഭാഗം മാത്രമാണുള്ളത്. ഇനി അതിനുശേഷമുള്ള ഒരു 65% ഭാഗവും നമുക്ക് ഇനി വരുന്ന 5 മാസങ്ങൾ കൊണ്ട് പഠിക്കാനുള്ളതാണ്. SLCയിലേക്കാണെങ്കിലോ നിങ്ങൾക്ക് ഓണം എക്സാമിനേഷൻ്റെ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ട്, ക്രിസ്മസ് എക്സാമിനേഷൻ്റെ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ട്, അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗത്തുനിന്നും ചോദ്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും. സോ അതുകൊണ്ട് ഇതെല്ലാം പറഞ്ഞ് ഞാൻ എന്തിനാ ഇപ്പോഴേ പേടിപ്പിക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ മക്കൾ എപ്പോഴും നമ്മളോടൊക്കെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഒരു ഡിസംബറൊക്കെ ആവുന്ന സമയത്ത് മക്കളോട് പറയും, മക്കളെ ജനുവരിയിൽ നിങ്ങളുടെ ITയുടെ മോഡൽ ഉണ്ടറാ, ഫെബ്രുവരിയിൽ മോഡൽ എക്സാം നടക്കുന്നുണ്ടാ, മാർച്ചിൽ എക്സാമിനേഷൻ ആയി എന്നൊക്കെ പറയുന്ന സമയത്ത് അവരെല്ലാവരും പറയും, സാർ ഇതൊക്കെ ഒന്ന് നേരത്തെ പറഞ്ഞൂടെ ഞങ്ങളോട്, നിങ്ങളൊക്കെ ഒന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒന്നും കൂടെ മുമ്പേ പഠിച്ചു തുടങ്ങായിരുന്നല്ലോ എന്നുള്ളത്. ഇനി നേരത്തെ പറഞ്ഞൂടെ എന്ന് ചോദിക്കാൻ പാടില്ല. നിങ്ങളോട് ഇപ്പോഴേ സെപ്റ്റംബറിൽ തന്നെ ഞാൻ സൂചിപ്പിക്കുകയാണ്, നമ്മുടെ മുമ്പിലുള്ള സമയം എന്ന് പറഞ്ഞാൽ വളരെ പ്രിസൈസാണ്. അത് പേടിച്ചിട്ടോ ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക എന്ന് ഭയങ്കരമായിട്ട് ആവലാതിപ്പെട്ടിട്ടോ ഒരു കാര്യമില്ല. നിങ്ങൾ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ പഠിക്കുന്നത്, നമുക്ക് എന്തായാലും എക്സാമിനേഷന് വേണ്ടിയിട്ടും അതുപോലെ യൂണിറ്റ് ടെസ്റ്റ് എക്സാമിനേഷന് വേണ്ടി എല്ലാം തന്നെ നമ്മൾ പഠിക്കേണ്ടി വരുമല്ലോ. ആ പഠിക്കുന്നതിന് ഒരിക്കലും ക്രിസ്മസ് എക്സാമിനേഷന് വേണ്ടി മാത്രമെന്നോ ഒരു യൂണിറ്റ് ടെസ്റ്റ് എക്സാമിനേഷന് വേണ്ടി മാത്രമെന്നോ എന്ന് ചിന്തിക്കാതെ അതിനെ SLCയിലേക്ക് ഓർക്കും വിധം നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. അവിടേക്ക് മറന്നു പോകാത്ത രീതിയിൽ കൃത്യമായിട്ട് പോയിന്റുകൾ ചെയ്തുകൊണ്ട്, കൃത്യമായിട്ട് ഷോർട്ട് നോട്ടുകളെല്ലാം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് സെറ്റായിട്ട് അടിപൊളിയായിട്ട് അവിടെ പഠിച്ചേക്കണം. അല്ല എങ്കിൽ ഏറ്റവും അവസാനത്തിലേക്ക് വരുന്ന സമയത്ത് ഏകദേശം 100ഓളം ചാപ്റ്റേഴ്സുകൾ നിങ്ങളുടെ മുമ്പിലെത്തും. 100ഓളം ചാപ്റ്റേഴ്സുകൾ SLC എക്സാമിനേഷന് വരുന്നത്. ആ ചാപ്റ്റേഴ്സുകൾ എത്രയും എണ്ണം കാണുന്ന സമയത്ത് നമുക്ക് പഠിക്കാൻ കഴിയൂല. സോ അതുകൊണ്ട് അഗൈൻ ആൻഡ് അഗൈൻ ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്, മക്കളെ സമയം പെട്ടെന്ന് മൂവ് ആവും. 6 മാസം കഴിഞ്ഞത് നിങ്ങൾ അറിഞ്ഞിട്ടില്ല. ഇനിയുള്ള 5 മാസം എങ്ങനെ കഴിയുമെന്ന് നമുക്ക് ഓർക്കാൻ പോലും പറ്റില്ല. അതിനു മുമ്പ് നാളെ SLC എന്ന് പറയുന്ന ലെവലിലേക്ക് നമ്മൾ എത്തും. ആ സമയത്ത് നിങ്ങൾ ടെൻഷൻ അനുഭവിക്കുന്ന സിറ്റുവേഷനിലേക്ക് എത്തരുത്. സോ നന്നായിട്ട് പഠിക്കുക. ഇനിയും പഠിച്ചു തുടങ്ങാത്ത മക്കളുണ്ട് എങ്കിൽ അവർക്കെല്ലാം ഉള്ളതാണ് നമ്മുടെ അസ്ട്രയുടെ 3.0 എന്ന് പറയുന്ന നമ്മുടെ ബാച്ചൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാത്ത മക്കളെല്ലാം താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് വേഗം തന്നെ ജോയിൻ ചെയ്തേക്കുക. അതുപോലെ തന്നെ ഇതുവരെയുള്ള നോട്ടുകളൊക്കെ ഇല്ലാത്ത മക്കളുണ്ടായിരിക്കും. നമ്മുടെ ഫസ്റ്റ് ടൈമിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ക്വസ്റ്റ്യൻസുകൾ നമുക്ക് വരുന്നതാണ്. സോ അതിൻ്റെ ഒന്നും നോട്ടുകളൊന്നും കറക്റ്റായിട്ട് റെഡി ആവാത്ത മക്കളൊക്കെ ഉണ്ടായിരിക്കും. അവർക്ക് സൈലത്തിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ സൈലം സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓൺലൈൻ വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, താഴെ കാണുന്ന QR ഒക്കെ ഒന്ന് സ്കാൻ ചെയ്തുകൊണ്ട് ആ ഒരു സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സൈലത്തിൻ്റെ സ്റ്റഡി മെറ്റീരിയലൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റുന്നതാണ്. സോ ഞാൻ വീണ്ടും സൂചിപ്പിക്കുകയാണ്, ദിവസങ്ങൾ പെട്ടെന്ന് കഴിഞ്ഞു പോകും. ഈ കൊല്ലം SLCയിൽ A+ ഏറ്റവും കുറവായിരിക്കുമെന്നുള്ളതാണ് ആദ്യമേ എല്ലാവരും നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത് ഏറ്റവും കുറവുള്ള വർഷം നിങ്ങൾക്ക് ഫുൾ A+ കിട്ടിയാൽ എങ്ങനെ ഉണ്ടാകുമെന്നുള്ളത് നിങ്ങളൊന്ന് ഡ്രീം ചെയ്ത് നോക്കുക. സാധാരണ നാട്ടിലെല്ലാവർക്കും ഫുൾ A+ ഉള്ള സമയത്ത് ബാക്കിയുള്ളവർക്ക് A+ ഇടുമ്പോൾ എല്ലാവർക്കും ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് മേ ബി നമ്മൾ കളിയാക്കുമായിരുന്നു. പക്ഷേ ഈ കൊല്ലം മേ ബി A+കൾ കുറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഫുൾ A+ കിട്ടിയാൽ എത്ര ഭംഗിയുള്ള മൊമെൻ്റ് ആയിരിക്കും. ആ ഒരു മൊമെൻറ്റിനെ സ്വപ്നം കൊണ്ടുകൊണ്ട് നന്നായിട്ട് പഠിക്കുമോ.